അടൂർ പെക്സ് 2024 എന്ന പേരിൽ പുരാവസ്തുക്കളുടെയും നാണയങ്ങളുടെയും നോട്ടുകളുടെയും മറ്റും വിപുലമായിരിക്കുന്ന ഒരു ശേഖരം ഒരുക്കിക്കൊണ്ട് പത്തനംതിട്ട ജില്ലാ ന്യൂമിസ്മാറ്റിക് ആൻഡ് ഫിലാറ്റലിക് അസോസിയേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ഇപ്പോൾ ആയിരിക്കുന്നത് സുബൈർ അമീദ് എന്ന അദ്ദേഹമാണ് നമ്മോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം കേരള പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറാണ്. അദ്ദേഹത്തിൻ്റെ കളക്ഷനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുവാനായിട്ട് പോകുന്നത്. വളരെ നാളുകൾക്ക് മുമ്പേ അദ്ദേഹം കളക്ഷനുകൾ ആരംഭിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ കളക്ഷനിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇപ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നതാണ്. നമസ്കാരം, ഞാൻ സുബൈർ ഹമീദ്. ഞാനിതുപോലെ ഒരു 10-15 വർഷമായി ഞാനിങ്ങനെ പഴയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ആദ്യം പുരാവസ്തുക്കളായിരുന്നു കളക്ട് ചെയ്യുന്നത്. ആദ്യം തൊട്ട് എനിക്ക് അതിനോടായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. പിന്നെ നാണയം, സ്റ്റാമ്പ്, പിന്നെ പഴയ കറൻസി നോട്ടുകൾ, അങ്ങനെ എല്ലാം ഇപ്പം ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ പത്തനംതിട്ട ഈ ക്ലബിൻ്റെ വകയായിട്ട് പല വർഷാവർഷം നമ്മളിതുപോലെ എക്സിബിഷൻ നടത്താറുണ്ട്. അതിൽ ഒരു 3-4 വർഷമായിട്ട് ഞാൻ ഇപ്പം എക്സിബിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു ചെറിയ ജോലിയുണ്ട്. ഞാൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം പത്തനംതിട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ കളക്ഷനാണ് ഈ ഇരിക്കുന്ന ഇതൊക്കെ. അപ്പം ഇത് ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഇത് പറയാണ്. ധാന്യങ്ങളും മറ്റും തൂക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പറ. അതുപോലെ ഈ ഇരിക്കുന്നത് തൂണി, അത് തൂണിപ്പറയെന്ന് പറയും. അതുപോലെ ഇത് മരക്കാൽ അല്ലെ കാൽപ്പറ എന്ന് പറയും. ഇത് തിരുവനന്തപുരത്തിന് അപ്പുറത്തോട്ടുള്ള ആ ഏരിയയിൽ ധാന്യങ്ങളും മറ്റും തൂക്കാൻ ഉപയോഗിച്ചിരുന്ന അളവ് പാത്രമാണ്. അതുപോലെ ഇത് കോളാമ്പി, വട്ടക്കോളാമ്പി. നമ്മുടെ ഇവിടെ നീളത്തിലുള്ള കോളാമ്പിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് പാലക്കാട്, കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ ടൈപ്പ് കോളാമ്പിയാണുള്ളത്, വട്ടക്കോളാമ്പി എന്ന് പറയും. പിന്നെ ഇത് കാൽക്കുലേറ്റർ, പഴയ കാലത്തെ വലിയ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെക്കാനിക്കൽ കാൽക്കുലേറ്റർ എന്ന് പറയും. അതുപോലെ ഇത് ആഭരണം, അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ, പണം, അങ്ങനെയൊക്കെയുള്ള സൂക്ഷിക്കാൻ ആഭരണപ്പെട്ടി എന്ന് പറയും. പിന്നെ ഇത് വെള്ളോടിൻ്റെ ഒരു പാന, വെള്ളോട് പാന എന്നാണ് ഇത് പൊതുവെ പറയുന്നത്. ഈ തൈര്, വെണ്ണ, പാല് അങ്ങനെയുള്ളതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാത്രം. അതുപോലെ ഇത് കോളാമ്പി എന്ന് പറയുമ്പോൾ വലിയ കോളാമ്പി. ഇത് കട്ടിൽ കോളാമ്പി എന്നാണ് ഇതിൻ്റെ പേര്. കട്ടിൽ കോളാമ്പി ഇച്ചിരി വലിയ കോളാമ്പിയാണ്. ഇത് നമുക്ക് കോളാമ്പിയുടെ ഉപയോഗം തന്നെയാണ് ഇത്. ഇത് ഈ ആദ്യമായിട്ടിരിക്കുന്നത് ഈ അളവ് തൂക്ക സാധനങ്ങളാണ് ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ സ്പെഷ്യലിസ്റ്റ് അതാണ്, അളവ് തൂക്ക ഇതാണ്. ഫസ്റ്റിലിരിക്കുന്നതാണ് ഗാലൻ, 1 ഗാലൻ, ബ്രിട്ടീഷ് ഗാലൻ. അത് ബ്രിട്ടീഷ് ഔദ്യോഗിക തൂക്ക പാത്രമായിരുന്നു, ബ്രിട്ടീഷ് ഗാലൻ. അതിനിപ്പുറത്തിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ലിറ്റർ അളവ് പാത്രമാണ്. അതിന് ഇപ്പുറത്തായിട്ടിരിക്കുന്നത് രാജഭരണകാലത്ത് ബംഗാളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ തൂക്കക്കട്ടി. അടുത്ത് അതൊരു പഴയ പോസ്റ്റ് ഓഫീസിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ലെറ്ററും മറ്റും തൂക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ത്രാസാണ്. താഴെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ബില്യൺ തൂക്കക്കട്ടികളാണ്. അത് ബ്രിട്ടീഷ് പീരീഡിലുള്ളതാണ് ബില്യൺ തൂക്കക്കട്ടികൾ. അതിനിപ്പുറത്തിരിക്കുന്നത് തിരുവിതാംകൂറിൻ്റെ മുദ്രയുള്ള അളവ് പാത്രമായ ഇടങ്ങഴി ആണ്. അതിനിപ്പുറത്തിരിക്കുന്നത് ത്രാസ്, തിരുവിതാംകൂറിൻ്റെ ഔദ്യോഗിക മുദ്രയുള്ള ത്രാസ്. അപ്പുറത്തിരിക്കുന്നത് ബർമയുടെ ബേഡ് വെയ്റ്റ് ബർമയുടെയാണ്. അതിനപ്പുറത്തിരിക്കുന്ന കട്ടികൾ, തിരുവിതാംകൂർ മുദ്രയുള്ള പഴയ തിരുവിതാംകൂറിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടികളാണ്. ഇതൊക്കെ അളവ് തൂക്ക സാമഗ്രികളാണ്. മൊത്തം അളക്കാനും തൂക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, പഴയ കാലത്ത് തൂക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ത്രാസുകൾ. അതുപോലെ ടേപ്പ് ഒരുപാട് പഴയ കാലത്തെ ടേപ്പുകൾ. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പം പഴയ കാലത്തെ കട്ടി ഐറ്റംസാണ്. ഇത് ആദ്യം ഇത് പറഞ്ഞാൽ ഇത് സ്വർണം, വജ്രം മുതലാകെ തൂക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാരറ്റ് കട്ടികളാണ് ഇത്. ഇതൊക്കെ പഴയ സ്വർണം, വജ്രം മുതലായവ തൂക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കാരറ്റ് കട്ടികളാണ് ഇത്. ഇപ്പുറത്തിരിക്കുന്ന നോർത്ത് ഇന്ത്യൻ തോലക്കട്ടികൾ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോല അളവ് വരുന്ന കട്ടികളാണ്, തോലക്കട്ടികൾ. ഇത് ബ്രിട്ടീഷ് പീരീഡിലുള്ള അളവ് കട്ടി, ഔൺസ് കട്ടിയാണ്. ബ്രിട്ടീഷ് പീരീഡിലുള്ള ഔൺസ് കട്ടി. ഇതും ബ്രിട്ടീഷ് പീരീഡിലുള്ള ബ്രിട്ടീഷുകാരുടെ കട്ടിയാണ്, തൂക്കക്കട്ടിയാണ്. ഇത് അപ്പോത്തിക്കരി വെയിറ്റ് എന്ന് പറയുന്നത് പഴയ ബ്രിട്ടീഷ് ഡോക്ടർമാരെ അപ്പോത്തിക്കരികളായിരുന്നു അറിയപ്പെടുന്നത്. അവർ തൂക്കാനും മരുന്ന് തൂക്കി കൊടുക്കാനും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിയായിരുന്നു ഇത്.
ഇത് ആദ്യകാലത്തെ ഒരു ഫിലിം പ്രൊജക്ടറാണ്. നേരത്തെ നമ്മൾ കൈ കൊണ്ട് കറക്കി അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഫിലിം പ്രൊജക്ടറാണ് അധികമാണ്. പിന്നെ ആറന്മുള കണ്ണാടി, ഇത് നമ്മൾ വാൽ കണ്ണാടി ടൈപ്പാണ് കണ്ടിട്ടുള്ളത്. ഇത് ഇപ്പോൾ സ്റ്റാൻഡ് മോഡൽ കണ്ണാടിയാണ്. ഇത് ആറന്മുള കണ്ണാടി സ്റ്റാൻഡ് മോഡൽ. ഇത് പിന്നെ കിണ്ടി വിളക്ക് സ്റ്റാൻഡ് മോഡൽ കിണ്ടി വിളക്കാണ്. സ്റ്റാൻഡ് മോഡൽ ഇതും കിണ്ടി വിളക്ക് അല്ലാതെ നമ്മൾ തൂക്കിയിടുന്ന ഹാങ്ങിങ് മോഡൽ കിണ്ടി വിളക്കാണ്. പിന്നെ ഇത് കിളി വിളക്ക്, കിളിയുടെ ആകൃതി ഉള്ളതുകൊണ്ട് കിളി ആ മണ്ട തുറന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന കിളി വിളക്ക്. ഇത് സൈക്കിളിലും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാമ്പാണ്. സൈക്കിളിൽ അത് മണ്ണെണ്ണ ഒഴിച്ച് കെറോസിൻ ലാമ്പാണ്. പഴയ സൈക്കിളിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചുകൊണ്ടിരുന്ന ലാമ്പ്. പിന്നെ അത് രണ്ട് സാധാ വിളക്ക്. പിന്നെ ഇത് വെള്ളിക്കോൽ ഈ പഴയ കാലത്ത് നമ്മളെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് വെള്ളിക്കോൽ. പിന്നെ ഇത് ഒറ്റ വാർപ്പ് വിളക്ക്. ഇത് മാടമ്പി വിളക്കെന്ന് പറയും, മാടമ്പി വിളക്ക്. പിന്നെ അത് ഇരട്ട വിളക്ക്, രണ്ട് ഉപയോഗമാണ്. അത് തിരിയിട്ട് കത്തിക്കാം, മണ്ണെണ്ണ ഒഴിച്ചും കത്തിക്കാം, അങ്ങനെ രണ്ട് ഉപയോഗമാണ്. പിന്നെ ഇത് ചങ്ങലവട്ടം വിളക്ക്. ഇത് ഏടാകൂടം. നമ്മളിപ്പോൾ ഞാൻ ഒരു ഏടാകൂടത്തിൽ പെട്ടിരിക്കുക എന്നൊക്കെ പഴയ കാലത്തുകാർ പറയുന്ന അതുപോലുള്ള ഏടാകൂടമാണ്. ഇത് അഴിച്ചു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമുള്ള ഒരു സാധനമാണ് ഏടാകൂടം. അങ്ങനെ ഏടാകൂടം എന്ന് പറയും. പിന്നെ ഇത് കട്ടിയാണ്, പഴയ കാലത്ത് കട്ടിയാണ്. അത് ഗ്രാം കണക്ക് തൂക്കിക്കൊണ്ടിരുന്ന കട്ടിയാണ്. പിന്നെ ഇത് കുതിരലാടം, കുതിരയുടെ കാല് തറയ്ക്കുന്ന ലാടം. ഇത് എസ്കത്തി, എസ് പോലെ വളഞ്ഞിരിക്കുന്നത് എസ്കത്തി എന്ന് പറയുന്നത് എസ്കത്തി. ഇത് മലപ്പുറം കത്തികൾ, രണ്ടെണ്ണം മലപ്പുറം കത്തികൾ. ഇത് കാപ്പിപ്പാത്രം എന്ന് പറയും, പാൽപാത്രം എന്നും പറയാം, കാപ്പിപ്പാത്രം. ഇത് നാഴിപ്പൂട്ട്, വള്ളപ്പൂട്ടെന്നൊക്കെ പറയുന്ന ആ പഴയ കാലത്തെ ഒരു പൂട്ടാണ്. ഇത് പടകോരി, ചോറും മറ്റൊരു അമ്പലത്തിലെ സദ്യയൊക്കെ നടക്കുമ്പോൾ അവിടെ കോരി കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു പാത്രമാണ്. ഇത് കൈവട്ടക എന്ന് പറയും. അത് നമ്മുടെ ഈ പൂജയ്ക്ക് മറ്റും എടുക്കുന്ന ഒരു പാത്രമാണ്. ഇത് ഈ പഴയ കാലത്ത് ഈ ചെറിയ ചെറിയ മുയലിനെയും ഈ ശല്യമുള്ള എലിയെയും അങ്ങനെയൊക്കെ ഉള്ള അതിനെ പിടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റാമ്പ്. തായ്ലൻഡ് പുറത്തിറക്കിയ സ്റ്റാമ്പാണ് നീളം കൂടിയത്. പിന്നെ ഇത് ഇമെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കൻ പട്ടാളക്കാർ അവരുടെ നാട്ടിലേക്ക് വിവരങ്ങൾ കൈമാറാനെ കൊണ്ട് അന്ന് ഈ ചിപ്പ് പോലുള്ള ഒരു ഇതിനകത്തത് പിന്നെ സെറ്റ് ചെയ്ത് അത് പിന്നെ ഫ്ലൈറ്റിൽ അടുത്ത അവരുടെ രാജ്യത്തോട്ട് അയച്ച് അവിടെ അത് റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന ടൈപ്പ് ഒരു ഇതായിരുന്നു അത് അന്നത്തെ ഒരു ഇമെയിൽ എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നെ ഇത് സൂയിസ് കനാലിൽ ഇവിടെ പിന്നെ കപ്പലുകൾ കടന്നു പോകുമ്പം അവിടുത്തെ പിന്നെ ഗവൺമെൻറ് ഇറക്കിയ അതിനുള്ള ഒരു പിന്നെ അതിൻ്റെ ഇത് ടോളും അതുപോലുള്ള അതൊക്കെ പിന്നെ കൊടുക്കുന്നതിനെ സംബന്ധിച്ച ഒരു ഡോക്യുമെൻ്റാണ്. പിന്നെ ഇത് ആദ്യകാലത്തെ അന്ന് ലോട്ടറിക്ക് ₹1. 1967 പി.കെ. കുഞ്ഞ് ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് അവർ ഇറക്കിയ സർക്കാർ ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഇറക്കിയ ലോട്ടറിയാണ്. അത് ആദ്യകാലത്തെ ലോട്ടറികളാണ്. പിന്നെ ജർമ്മനി, നാസി ജർമ്മനി, അതായത് ഹിറ്റ്ലറുടെ കുറച്ച് പിന്നെ പുള്ളിയുടെ ഫോട്ടോയും അത് ആ പിന്നിലുള്ള നോട്ടുകളും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പതിച്ച സ്റ്റാമ്പുകളും ഒക്കെയാണ്. പിന്നെ ഇപ്പുറത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് നാണയമാണ്. ട്രാൻസെൻഡിനിയ ആണ് ആ നാണയം ഇറക്കിയത്, പ്ലാസ്റ്റിക് നിർമ്മിതമായ നാണയം. ലോകത്തിലെ ഏറ്റവും വലിയ കറൻസിയും ഏറ്റവും ചെറിയ കറൻസിയാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ കറൻസി കണ്ട സ്റ്റാമ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. അതായത് റഷ്യ യുദ്ധം നടന്ന സമയത്ത് അവർക്ക് നാണയങ്ങൾ അച്ചടിക്കാനായിട്ട് ലോഹങ്ങൾ കിട്ടിയിരുന്നില്ല. ആ സമയത്ത് ഇവർ സ്റ്റാമ്പിനകത്ത് മുദ്ര പതിപ്പിച്ചിട്ട് അവർ അത് കറൻസി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു പഴയ കാലത്ത്. ഇത് ചെമ്പോല എന്ന് പറയും. ഇത് നമ്മൾ ചെമ്പ് കൊണ്ടുള്ള എഴുതാൻ ഉപയോഗിച്ചിരുന്ന തകിടുകൾ. പഴയ കാലത്ത് റേഡിയോയ്ക്കും ടി വിക്കും ഉണ്ടായിരുന്ന ലൈസൻസ്. ഇത് നമ്മൾ റേഡിയോയ്ക്ക് ആദ്യകാലത്ത് റേഡിയോ ഒക്കെ എടുക്കാൻ ലൈസൻസ് വേണമായിരുന്നു. ഓരോ ആളുടെ പേരിൽ ലൈസൻസ്. ഇതെന്ന് പറഞ്ഞാൽ ക്ലിയോപാട്രയുടെ പോളിമർ കറൻസിയും നാണയമാണ്.